എല്ലാവർക്കും മൈൻഡ് പ്ലസിന്റെ പുതിയൊരു നല്ല ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്നലെ ഉണ്ണികൃഷ്ണൻ സാർ നമുക്കായി പങ്കുവച്ച ഒരു വിഷയമാണ് ഫിനിഷിംഗ് ലൈൻ മിസ്ഹാപ്സ്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മൈൻഡ് പ്ലസിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. 15 വർഷത്തിന് ശേഷം ഞാൻ ഒരു സംഗീത മത്സരത്തിൽ പങ്കെടുക്കുകയാണ്, അതിന്റെ ഓഡീഷനിൽ പങ്കെടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അന്ന് സൂപ്പർ സീനിയേഴ്സിന്റെ വിഭാഗത്തിലാണ് ഞാൻ മത്സരിക്കാൻ പോയത്. പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ അപ്ഡേറ്റ്സ് ഒന്നും തന്നിട്ടുമില്ല. സത്യത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതിന്റെ സെമി ഫൈനലിലേക്ക് ഞാൻ സെലക്ട് ആവുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം ഞാൻ മറ്റു ചില വർക്കുകൾക്കായിട്ട് യാത്രയിലായിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അതിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ യാത്രകളുടെ ഇടയിലും ഈ ഒരു വർക്കിന്റെ ഇടയിലും ഞാൻ സത്യത്തിൽ ആ ഒരു മത്സരത്തോടുള്ള എൻ്റെ അനുഭവം ഒരല്പം കുറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പ്രാക്ടീസ് ചെയ്യാനോ അതിനോട് കൂടുതൽ ഒരു നീതി പുലർത്താനോ എനിക്ക് സാധിച്ചില്ല. അതിന്റെ ഫലം എന്താണെന്ന് വിചാരിച്ചാൽ ഇന്നലെ എനിക്ക് അതിന്റെ ഫൈനൽ മത്സരത്തിലേക്ക് കടക്കാൻ സാധിച്ചില്ല. ഇതിന് പറയുന്ന പേരാണ് ഫിനിഷിംഗ് ലൈൻ മിസ്ഹാപ്സ്. നമ്മൾ തുടങ്ങി വെച്ച ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അവസാന നിമിഷം കൈവിട്ടുപോയ അവസ്ഥകളുണ്ട്. വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകിട്ട് കലമിട്ടുടയ്ക്കുക എന്ന പഴഞ്ചൊല്ല് വരെ ഉണ്ടായത് ഇങ്ങനെയാണ്. ഒരു ബിസിനസ് ആവട്ടെ, മത്സരങ്ങളാവട്ടെ, പരീക്ഷകളാവട്ടെ, അല്ലെങ്കിൽ മറ്റു ജീവിത ലക്ഷ്യങ്ങളാവട്ടെ, നമ്മൾ പലപ്പോഴും തുടങ്ങി വെച്ച പലതും ഇങ്ങനെ അവസാന നിമിഷം കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെടാറുണ്ട്. അതാണ് ഫിനിഷിംഗ് ലൈൻ മിസ്ഹാപ്സ്. നഷ്ടപ്പെട്ട ശേഷം നമ്മൾ നേരിട്ട കഷ്ടപ്പാടുകളെക്കുറിച്ചും മുടക്കിയ മുതലിനെക്കുറിച്ചും ചിലവഴിച്ച സമയത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് ദുഃഖിക്കുകയും വേവലാതിപ്പെടുകയും ചെയ്യുന്നതല്ലാതെ നമ്മൾ ഒരിക്കലും ആ പരാജയത്തിന്റെ അല്ലെങ്കിൽ നഷ്ടത്തിന്റെ കാരണത്തെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്താൻ തയ്യാറാവുന്നില്ല. അവസാനം അതായിരുന്നു വിധി എന്ന് സമാധാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്തിച്ചേരാറുണ്ട്. എന്നാൽ എന്ത് സംഭവിച്ചു എന്ന് ഒരു പുനരാലോചന നടത്തുന്ന വഴി പിന്നീട് ഇത്തരത്തിലുള്ള പരാജയങ്ങളും നഷ്ടങ്ങളും നിരാശകളും നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്നതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. ഇന്നലെ സാറ് നമ്മളെ ഓർമ്മപ്പെടുത്തിയതും പരിശീലിപ്പിച്ചതും എല്ലാം ഇങ്ങനെ ഇത്തരം അവസ്ഥകൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യത്തിൽ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതിനുമൊക്കെ ഏക കാരണം എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങി വെക്കുന്ന ആ കാര്യം നമുക്ക് എത്രമാത്രം അത്യന്താപേക്ഷിതമായിരുന്നു എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ബാഹ്യ സമ്മർദ്ദം കൊണ്ടാണെങ്കിൽ വിജയം വരെ പൊരുതാനുള്ള ശക്തിയും താല്പര്യവും ഉണ്ടാകില്ല. ഇത്തരം കാര്യങ്ങളിൽ പരാജയം സുനിശ്ചിതമാണ്. അതുപോലെ വ്യക്തമായ ധാരണകളില്ലാതെ, പ്ലാനുകളില്ലാതെ ചില കാര്യങ്ങൾ തുടങ്ങി വെക്കുകയും പരിശ്രമത്തിന്റെ പാതി വഴിയിൽ പിന്നിടുമ്പോൾ മനസ്സിലാകുന്നു ഇതായിരുന്നില്ല എനിക്ക് വേണ്ടിയിരുന്നത്, എനിക്ക് വേണ്ടത് മറ്റൊന്നായിരുന്നു. അതും നമുക്ക് വിജയകരമായി പൂർത്തിയാക്കാതെ സാധിക്കാതെ വരുന്നു. മറ്റൊരവസ്ഥ എന്ന് പറയുന്നത് ആരംഭ ശൂരത്വമാണ്. തുടക്കം ഗംഭീരമായിരിക്കും, പിന്നീട് അങ്ങോട്ട് താല്പര്യവും ശക്തിയും നഷ്ടപ്പെട്ട് തളരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാറുണ്ട്. ഇതെനിക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ മാത്രമാണ്. മറ്റൊന്ന്, നമ്മളുടെ അറിവും പരിചയവും എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് തന്നെ തോന്നുകയാണ് ഇതെന്റെ വ്യക്തിത്വത്തിനും എൻ്റെ മൂല്യങ്ങൾക്കും ചേർന്നതല്ല, ഇതിൽ മെച്ചപ്പെട്ട ഒന്നാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് മറ്റൊരു കാര്യം. പിന്നീട് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നപ്പോൾ തുടങ്ങിയത് പൂർത്തീകരിക്കാൻ കഴിയാതെ വരുന്നു. മൂല്യാധിഷ്ഠിതമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവുകയും വ്യക്തമായ കാഴ്ചപ്പാടുകളോടെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. സ്വന്തം കഴിവുകളും താല്പര്യങ്ങളും മുൻനിർത്തി മാത്രം തീരുമാനങ്ങൾ എടുക്കുക, അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ നേട്ടം കണ്ട് കൊതിച്ചുകൊണ്ട് തുടങ്ങി വെക്കേണ്ടതല്ല നമ്മളുടെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും. പണവും അധ്വാനവും സമയവും ഒക്കെ നഷ്ടമാവുന്നത് നമുക്ക് മാത്രമാണ്. ഓരോ ലക്ഷ്യവും പിന്തുടരുമ്പോഴും സ്വന്തം വ്യക്തിത്വമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.